ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നൈറ്റ്മെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഗെയിൻ ന്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് റോബ്ലോക്സാണ് കളിക്കുന്നത്. റോബ്ലോക്സിൽ ഒരു ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല, നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഓക്കെ, ഇറ്റ് വാസ് നിയർ ദ എൻഡ് ഓഫ് ദ സ്കൂൾ ഇയർ. ഓക്കെ, അളിയന് സ്കൂൾ അടച്ചു. ദ വെദർ വാസ് വാം ആൻഡ് ഐ ഓൺലി ഹാഡ് വൺ എക്സാം ലെഫ്റ്റ്. ഒരു എക്സാം ബാക്കിയുണ്ട്. മൈ പാരൻസ് ഹാഡ് ലെഫ്റ്റ് എർലിയർ. കല്യാണത്തിന് പോയി, നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ തീം. ഓക്കെ, നമ്മൾ പഠിക്കുക പറഞ്ഞിട്ട് ഒരു എക്സാം നമുക്ക് ബാക്കിയുണ്ട്. എന്താ പഠിത്തത്തിനിടയ്ക്ക് ബാത്റൂം എന്തെങ്കിലും ഒച്ചയമ്പളമൊക്കെ ഉണ്ടാകുന്നത്? പക്ഷേ നാണക്കേട്, ഇങ്ങനെ ഒച്ചയമ്പളമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ബാത്റൂമിൽ ചേർക്കുക വലിയ ശല്യമല്ലോ. ഓക്കെ, അതാ ബാത്റൂം പോയി അതാ നമ്മൾ ഈ കണ്ണാടി വർക്കിംഗ് ആണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ബാത്റൂമിൽ പോട്ടെ. ഇന്നിവിടെ ഒരു തൃശ്ശൂർ പൂരം. ഓക്കെ, എന്താണ് പോലെ നീ കഴിച്ചത്? അളിയനിവിടെ നല്ല വെടിക്കെട്ട് വിടുന്നുണ്ട്. എന്താണ് മെക്സിക്കൻ ഫുഡ്? കയറ്റിക്കൊട് എന്നിട്ട് ഇതുപോലെ അത്ര വെടിക്കെട്ട് വിടും. എന്തോന്നിത്? ഓക്കെ, എന്താ ഫ്ലഷ്? അളിയൻ വെറും ഡേട്ടിയാണ്. ഫ്ലഷ് എന്താ തിരുപ്പല്ലേ? ഫ്ലഷ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ പിന്നെന്താ ഫ്ലഷ് അടിക്കണമെന്നില്ലേ? ചെറുക്കൻ എന്താണ് ഇങ്ങനെ? ഇറങ്ങി പോടാ. ഓക്കെ, നമുക്കെന്തായാലും അതാരാ? ഫോണൊക്കെ ഉണ്ടോ? ഇത് നമ്മുടെ ഫ്രണ്ടാണല്ലോ, ജയാദ്. എന്താണ് ബായ്? ഷുവർ ബ്ലാ 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 എന്തോ കനത്തെ പറയുന്നുണ്ടല്ലോ. ഐ വിൽ വെഡ്ഡിങ് സ്വീറ്റി. ഇവിടെ മറു സൈഡിൽ അമ്മ, ഒരു സൈഡിൽ ഫ്രണ്ട്. നമ്മളിപ്പോൾ ചെകുത്താൻ്റെ കടലിൽ നടക്കാണ്. ഈവനിങ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീടിൽ എക്സ്പ്ലോർ ചെയ്തേക്കാം. അതാ ഇവിടെ ഒരു മാസ്ക് ഒക്കെ ഇരിക്കുന്നു, വെറുതെ പണി. അവനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് വലിയ കാര്യമായിട്ടൊക്കെ പറയാനുണ്ടല്ലോ. വിത്ത് തേങ്ങ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വീട് ചുറ്റിക്കാണാം. അതാ എന്താണ് ഇവിടെ? അയ്യോ, ആരാണ്? കളിക്കണ്ട, ഇവനിച്ചിരി സീനാണല്ലോ. അവനെന്താ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നാണമില്ലടാ വെല്ലോൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഇവനാന്നൊന്നും കേട്ടെ കിഡ്നാപ്പർ. ഓക്കെ, നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാന്നുള്ള കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. സ്വാഹ, നമ്മളിനി ഇവിടുന്ന് വിട്ടോണം. അവൻ പോകുന്നില്ലല്ലോ. ചെറുക്കാനൊക്കെ വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ പോടാ. സ്റ്റീൽ അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ പൊട്ടിക്കാം, അമ്മയ്ക്ക് പൈസ കൊടുക്കണം. എന്താ അവസ്ഥ? ഓക്കെ, ഇതെന്താണ്? എൻ്റെ ആൾ ഈ കണ്ണാടി വർക്കിങ്ങല്ലേ? ഇതെന്താ? നമുക്കെന്താ പഞ്ചായത്ത് ശൗചാലയം, ഇവർക്ക് 5 സ്റ്റാർ ഹോട്ടലും. ഇതെങ്ങനെ ഇപ്പം ശരിയാവുക? എന്താല്ലേ, നമ്മളൊക്കെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, പോയോ ഇവരിവിടെ? എന്താണ് പോന്നു? വിലക്കാട് സ്പീഡ് കാണും ആമയ്ക്ക്. ടർബോയിലെ ഒച്ചിലൊക്കെ ഇവിടെ കണ്ടുപടി അടിച്ച് പറത്തി അങ്ങോട്ട് പോകും. ഓക്കെ, ഷെൽഫിലൊക്കെ എന്തോ തേങ്ങ, ഇവിടെ ഒന്നുമില്ല. എന്താ മിസൈൽ? നമ്മളെ അറിയാനാന്ന് തോന്നുന്നു കേട്ടോ. അതിലിട്ടൊരെണ്ണം കിട്ടിയ നല്ല ഐശ്വര്യമായി. ഓക്കെ, നമുക്കിനി എന്തായാലും അതിൽ പഠിക്കല്ലേ. ഓക്കെ, അതിലത്തെങ്ങും ഒരു തെണ്ടിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആരും കാണൂല. ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് യഥാർത്ഥ ഹീറോസ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളൊരു തേങ്ങയല്ല. ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് കുളിച്ചേക്കാം. കുളിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇത് വർക്കിംഗ്. ഇതെന്താ വെള്ളത്തിൽ പുകയാണല്ലോ വരുന്നത്? എന്തായാലും മതി കുളിച്ചത്. എന്തായാലും ഇത്ര നേരം കുളിക്കണ്ടല്ലോ, ഇനി കുളിക്കാൻ വേണ്ട. ഓക്കെ, നമുക്കിനി എന്തോടെ ചെയ്യാനുള്ളത്? നമ്മളാദ്യം നമ്മുടെ വീടങ്ങോട്ട് ചുറ്റിക്കാണുക, അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മയുടെ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ കാണും. എന്തായാലും അവരിവിടുന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അയിലത്തൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരുത്തരം നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, ഇവിടെ വല്ലതും ഉണ്ടാ? മേക്കപ്പോ? അപ്പം തന്നെ നമുക്ക്
അപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇതെവിടെയെങ്കിലും കൊണ്ടുവെക്കാനായിരിക്കും. ഇതിപ്പോൾ എവിടെ കൊണ്ടുവെക്കാനാ? നമുക്കാണ് അതാ ഈ ഫ്രണ്ട് ഇപ്പം എന്തിനാ ഇപ്പം ഇങ്ങനെ മെസ്സേജിനെ ഇവന്മാരെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇത് എപ്പോഴാണ് സംഭവം ആർക്കറിയാം. നമുക്കെന്തായാലും പ്രസൻറ്റ് നോക്കിയാൽ പറയും. ഓക്കെ ഷെൽഫ് വെക്കോ? ഓക്കെ ഇവിടെ അല്ല. ഓ ഇവിടെ ഓക്കെ. നമുക്കിപ്പോൾ അതുകൊണ്ടെന്താ കൂടെ നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിയില്ല. നമുക്കെന്തിനാ ഈ മേക്കപ്പ് ബ്രഷൊക്കെ? അത് അമ്മ ഐ ഫോർഗോട്ട്. ഓ ഇവർ നമ്മളെ കൊലയ്ക്ക് കൊടുക്കുമോ? ട്രാഷ് ഇവിടെ വീട്ടിൽ കുറേ ചപ്പ് ചവറിങ്ങനെ കൂട്ടിയിട്ടേക്കുക. ഇതൊന്നും കൊണ്ട് കളയാൻ നേരമില്ല. നമ്മൾ തന്നെ ഇതൊക്കെ കൊണ്ട് കളയണം. അധികം പുറത്തു അതാ അവൻ്റെ വാനല്ലേ കിടക്കുന്നത്. ഓക്കെ വാൻ അവൻ്റെ തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രാഷ് കൊണ്ട് കളയാം. അതാ ട്രാഷ്. ഓക്കെ എന്താ പുറേ ഞാനങ്ങനെ പുറേ വരുന്നുണ്ടോ? ഇതെന്താ ഗണ്ണൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. എല്ലാം വീട്ടിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊക്കെ OP ഐറ്റം അല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് കിടന്ന് എന്താണ് പേടിച്ചാവാം. ഓക്കെ ഇതാണ് നമ്മുടെ ട്രാഷ്. ഇതുകൊണ്ട് നമുക്ക് ഡസ്റ്റ്ബിനിൽ കളയണം. ഓക്കെ എന്തായാലും ഇപ്പം എന്തെങ്കിലും ഒരു തേങ്ങ സംഭവിക്കും. അതുകൊണ്ട് ഇത്ര നേരം അതെന്താ? ഓക്കെ അവിടെ എന്തോ ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ എന്തായാലും കൊണ്ട് കളയാം. ആരടാ? പിസ്സ മാനോ? ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ആരാ നീ? അവൻ്റെ വാനൂടെ കിടക്കുന്നുണ്ട്. എന്താ മിസ്റ്റർ ബീസ്റ്റ്? ഓക്കെ ചുമയാണ്. പിസ്സ മീഡിയം പിസ്സ. അതിന് ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. എന്താണ് അവൻ സ്പീച്ച്ലെസ്സായി. അതാണ് 63 പാന്തം സ്ട്രീറ്റ്. അതെ അഡ്രസ്സൊക്കെ കറക്റ്റാണ്. പക്ഷെ ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. എന്താപ്പം ചെയ്യുക? നമുക്ക് പിസ്സ കൂടെ വാങ്ങിയാലോ? ഹിയർ ഈസ് യുവർ 1 മീഡിയം പെപ്പറോണി പിസ്സ സാർ. നമ്മളൊരു കൊച്ചു സാറായി. എന്ത് ചെയ്യാം? സാറാവാൻ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നോമ്പെപ്പോഴും പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഓ അങ്ങനെ ഓസിനൊരു പിസ്സ കിട്ടി. കൂടാ അല്ലേ? ഓക്കെ ഞാൻ ഗൂഗിൾ പേ അയച്ചേക്കാം. വീട്ടിൽ പോയിക്കോ. ഈ പിസ്സ എന്തായാലും നമുക്കുള്ളതാണ്. ഈ പിസ്സ തണുത്ത പിസ്സയാണ് കേട്ടോ. അത് ശരി, കാശ് കൊടുക്കാത്തോടെ തണുത്ത പിസ്സ കൊടുക്കുന്നതാണ്. അല്ല പിസ്സ ഓക്കെ നന്നായി ഇതിനകത്തിടാം. ഓക്കെ ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക്. എന്താ ചെയ്യുക? ടാക്കോ ചെയ്യുന്നു നമുക്ക് വേണ്ടേ? ഓക്കെ നമുക്കെന്തായാലും വീണ്ടും നമ്മുടെ കലാപരിപാടികൾക്ക് കിടക്കാം. അതാ നമ്മുടെ ചപ്പും ചവറുമൊക്കെ ഇതൊക്കെ നേരത്തെ കൊണ്ട് കളഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നേരങ്ങളിൽ ഇങ്ങനത്തെ പുറത്തോട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ ചാത്തന്മാർ കൊണ്ടുവരും. അങ്ങനെയാണ്. അത് അവൻ്റെ വാൻ. അവൻ നമ്മളെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിലെങ്ങും ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. എന്താ അവസ്ഥയില്? നമ്മളെന്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടണം. ഓക്കെ അല്ല ഡസ്റ്റ്ബിൻ ഇപ്പം എന്തിനാ വെച്ചേക്കുന്നതല്ല പുറത്ത് കെട്ടാനും? അതിന് നല്ല ഇത് വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ലേ? ഞാൻ വിചാരിച്ച ഡസ്റ്റ്ബിനെ കൊണ്ട് തട്ടണം. എന്നാലും കഥവടച്ചേക്കാം. ഇതുപോലെ പിസ്സ വല്ലതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വന്നാലേ. ഓക്കെ നമ്മുടെ ഈ ഗണ്ണും തേങ്ങയും കൊണ്ട് നമ്മളെ വെടിവെക്കാൻ വെച്ചെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ പിസ്സ തന്നെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ പിസ്സ ടൈം. അതാ ലൈറ്റും എല്ലാം ഓട്ടോമാറ്റിക്കാണേ. അതാ അത് ശരി. TV ഉണ്ടായാലേ വായിലോട്ട് വല്ല കോഴി ആഹാ നല്ല കോംബോ കേട്ടോ. പിസ്സ ചിക്കൻ ഫ്രൈ. ഓക്കെ ഇത് പെപ്പറോണി പിസ്സ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ചിക്കൻ കാണത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ ചിക്കൻ്റെ ആവശ്യമില്ല. TV വർക്കിംഗ് അല്ലേ. പിന്നെ എന്തോത്തിനാ കുഞ്ഞിന് ഈ TV കാണുന്നത്? TV ഇരിക്കുക ഇവിടെ. അത് ശരി TV ഇടണം. ഓക്കെ ഈ പിസ്സ എന്തായാലും മാറ്റിയിട്ടില്ല. ശരിയാണ്. നമ്മളവിടെ ലോജിക്ക് പോയിക്കണം കണ്ട. TV കൂടെ കിട്ടാൻ അളിയന്മാരും എന്താ എൻ്റർടൈൻമെൻറ്റ്. ഹോറർ ഗെയിമൊക്കെ ഇങ്ങനെ ആയിക്കണതാ. എജാതി എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ പിസ്സയൊക്കെ തിന്നാൻ പറ്റുമോ? ഇത്ര റിയാലിറ്റി ഒന്നും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ചിക്കൻ ഇല്ല. അതിനെന്താണ്
സോസേജാന്ന് തോന്നുന്നു കേട്ടോ വട്ടത്തിൽ. ഓക്കെ, അതാ ഇടിച്ച് പരിപ്പണമല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. തിന്നുക, കാണുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതാ കൂട്ടുകാരൻ വേണ്ടി വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഇതെന്താണ് മോനെ, ഇവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണേ, ഇവിടെ മെസ്സേജ് ഒന്നും അയക്കല്ലേ. ഓക്കെ, ഇതിപ്പോൾ ലാസ്റ്റ് പീസ് പിസയാണ്, അതും കൂടി കഴിഞ്ഞിരിക്കണം. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് എണീറ്റ് പോവാം. പിന്നെ കഴിഞ്ഞാൽ എന്താ നമ്മളിവിടെ ഒട്ടിപ്പോയെ. ഓക്കെ, എണീറ്റ് പോടെ ഇറക്കാം. ആളെ പരീക്ഷയാണേ, എന്നിട്ടാണ് നമ്മൾ ഈ പിസയിൽ നിന്ന് ടി വി കണ്ടിരിക്കുന്നത്. ഓക്കെ, അതാ മോം, വാട്ട് മോം. അത് ശരി, അടുത്ത പുതിയ വള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, അതും ഇവിടെ പുറത്താണ് ഒരുത്തം കിടന്ന് കറങ്ങുന്നത്. അവനെ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. ഡൗട്ടുണ്ടെന്ന് പറയാം. അവൻ തന്നെ കിഡ്നാപ്പർ, വേറെ എന്താണ്, നമ്മളങ്ങോട്ട് എഴുതിയങ്ങോട്ട് തള്ളുക, അത്രേ ഉള്ളൂ. അവൻ തന്നെയാണ് കിഡ്നാപ്പർ. എന്തായാലും ഒരു ഗെയിമായിപ്പോയില്ലേ. ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ എന്താണ് നമ്മളെങ്ങനെ സർവൈവ് ചെയ്യണമെന്നൊക്കെ ഇത് കാണിച്ച്. അതെന്താണ് ഒരു അണ്ടിപേര് പട്ടി, അണ്ടിപേര് എണ്ണാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ നിങ്ങൾ കണ്ടോ അണ്ടിപേര് പട്ടി? അതാ. ഓക്കെ, നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള സാധനം കിട്ടി. ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം, വേണ്ടല്ലോ, വെള്ളമൊക്കെ ഇല്ലേ. ഇതാണ് നമ്മുടെ ഒരു ബാക്ക് യാർഡ് ആംബിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പുറത്താണ് ഒരു അണ്ടിപേര് പട്ടിയുണ്ട്. മരത്തെ ചിലപ്പോൾ എന്താണ് അപ്പിടാൻ പോകുന്ന പൊസിഷനൊക്കെ. എന്താ പട്ടിക്ക് വേറെ സ്ഥലമൊന്നും. ഓക്കെ, ഇത്തരം പട്ടികൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് നമ്മളെങ്ങനെ ഒറ്റയ്ക്കാണ്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിക്കണം മൂത്രം ഒഴിക്കണം എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഒക്കെ വെള്ളം ഒഴിക്കുന്ന ആനിമേഷനും കൂടെ ഒക്കെ വരായിരുന്നു, കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചോടെ പുറത്തോടൊക്കാൻ പോവില്ല, നമ്മളെന്തായാലും അകത്തോട്ട് കയറണം. എത്ര ചെല്ലി നമ്മളിങ്ങനെ പുറത്തേക്കുക. ഓക്കെ, ഓ ഫിനിഷ്ഡ്. ഓക്കെ, അതാ മോം. ഓക്കെ, എന്താണ് മോം? ഓക്കെ, നമ്മളിത് ഇപ്പോൾ പോയിരുന്നു പഠിക്കാനാണ് പറയുന്നത്. അതല്ലേലും ഞാനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അല്ലേ നമ്മളാന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ. എന്തായാലും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ വെറുതെ നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു. അതുകൊണ്ട് മോം തന്നെയാണ് നമ്മളെ പഠിത്തത്തിൽ മാർക്ക് പറഞ്ഞാൽ നമ്മളൊന്നും പറയില്ലേ. ഓക്കെ, ഡോറൊക്കെ ക്ലോസ് ചെയ്തേക്കാം. എപ്പോഴാണ് അവൻ ചാടി വീഴുന്നത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ വളരെ അലേർട്ട് മോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം ആ തെണ്ടി നമ്മുടെ കഥ പൊളിച്ച് കയറി വരും. അതുകൊണ്ട് ഒളിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മളിപ്പോഴേ കണ്ടുവച്ചേക്കണം. ഈ പഴുത്തുള്ളി ചവിട്ടിയെ വീഴും, അത് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ പഠന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. അപ്പം നാളത്തെ എക്സാമിന് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കെന്തായാലും പഠിച്ചു തുടങ്ങാം. ഓക്കെ, സ്റ്റഡി. അതാ ബെർത്ത് ഓഫ് റോബ്ലോക്സ്. ഓക്കെ, അങ്ങനെ ബുക്കൊക്കെ ഉണ്ടോ? ഓക്കെ, ആ ബുക്കൊക്കെ ഒന്ന് വായിക്കണമല്ലോ. എന്തായാലും ഇത് പഠിക്കാം. ഓക്കെ, പഠിച്ചു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ച് നമ്മൾ ഉറങ്ങിപ്പോയോ? 12:42. ഓക്കെ, നമ്മുടെ ഡെഡിക്കേഷൻ. അവിടെയാണ് നമ്മുടെ ഡെഡിക്കേഷൻ. ഐ ഫിനിഷ്ഡ്. അതായത് നമ്മൾ ഉറങ്ങിയിട്ടില്ല, കപ്പിള വേഴ്സ ഓർഡർ എടുക്കാം. ഓക്കെ, നമ്മൾ 12:42 ആയപ്പോഴത്തേതേ നമ്മൾ എപ്പോൾ ഇരുന്നാന്ന് ഓർക്കണം. വൈകിട്ട് ഇരുന്നതാണ് നമ്മളിതേ രാത്രി 12:42 വരെ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. നമ്മുടെ മാക്സിമം ഡെഡിക്കേഷൻ നമ്മൾ പഠിത്തത്തിൽ ഉപയോഗിച്ചു. ഓക്കെ, അതെ, മോം പറയുന്നത് വളരെ ശരിയാണ്. മോം അതായത് ഉറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ പരീക്ഷ ജയിക്കുന്നുള്ളൂ, അല്ലാതെ പഠിക്കാത്തതിന് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ മാക്സിമം പഠിച്ചു. ഇനി എന്തായാലും നമുക്ക് ഒരു സുഖനിദ്ര, ഉറങ്ങിക്കോളൂ. ഓക്കെ, ഇനി എന്താ പരിപാടി? ചെറുക്ക, നാളെ പരീക്ഷയാണ്, എന്തിനാടാ 1:30 എണീയില്ലേ? അത് ശരി, ഒരു ജഗ്ഗും വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ പോലെ എന്തിനാ? നമ്മളെന്താണ് ഏതെല്ലാം വിധത്തിൽ നമ്മളെ അവൻ്റെ വായി എത്തിക്കാവോ ആ രീതിയെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, അത് ഹൈഡ് അതിനിപ്പോൾ അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ.
ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോയി അവൻ ഇങ്ങോട്ട് വരും. അതായിരിക്കും വെറുതെ എന്തായാലും ഹൈഡ് കാണിക്കത്തില്ല. എന്തായാലും ഹൈഡ് ചെയ്യാം. ഓക്കെ, അവനിപ്പോൾ വരും. ഇപ്പോൾ തന്നെ വരും. അവനപ്പോൾ അകത്ത് കയറി. ഞാൻ കഥവല്ല അടച്ചാണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയാലോ. വെള്ളം കുടിക്കാമല്ലോ പറഞ്ഞു. ഓക്കെ, നമുക്കെന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. കാരണം പറയുന്ന പണി അതുപോലെ ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഒന്നും കൂടി അലേർട്ട് ആവണം. കാരണം ഹൈഡ് ഓപ്ഷനൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ കണ്ടു തുടങ്ങിയിരിക്കണം. അതുകൊണ്ട് എജാതി കഥ പറ. നല്ല ഇരുട്ട് കേട്ടോ. ഓക്കെ, ഇവിടത്തൊക്കെ ലൈറ്റ് സ്വിച്ചൊന്നും വർക്കിയില്ല കേട്ടോ. 1:30 സ്വിച്ചിനൊക്കെ എന്താണ് കിരികിരിപ്പ്. നമ്മളതിസാഹസികമായി തറയിൽ വന്നിരിക്കുന്നു. അതെ, ഫ്രിഡ്ജ് അവിടെ നാം പറയുന്നുണ്ട്. അതിപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇല്ലേ? എടേ, എൻ്റെ വീട് എനിക്കറിയത്തില്ല. അത് അവൻ്റെ വാഹനം ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അവൻ ഇന്ന് ഇവിടെ തമ്പടിക്കുകയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി അടുക്കളയിലെത്തിയിരിക്കുന്നു. ഓക്കെ, ഫ്രിഡ്ജ് ഇത് തന്നെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് തുറക്കൂ ഫ്രിഡ്ജ്. ഓക്കെ, അടിയിലുമില്ല. ഐസ്ക്രീം പെട്ടിയിൽ മത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാ വെള്ളം ഇരിക്കുന്നു. വെള്ളം കുറേ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മോന്തിക്കോ ശരിക്കും മോന്തിക്കോ. ഇതിന് മേലെ നീ ഇങ്ങോട്ട് തറയോട്ട് വരല്ലേ. അതുകൊണ്ട് നമുക്ക് ശരിക്കും മോന്തിയേക്കാം. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വീണ്ടും വരും, വീണ്ടും വെള്ളം കുടിക്കണമെന്ന് പറയും. ഇവനെയൊക്കെ കൊണ്ട് എന്താ ചെയ്യാൻ കിടന്ന് ഉറങ്ങിയ പോലെ. നാളെ രാവിലെ പരീക്ഷ ഉണ്ട്. നമ്മുടെ ഒരു നൈറ്റ് വൈബ് നോക്കണേ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തിന്നാതെ രാത്രി, അതൊക്കെയല്ലേ ഒരു വൈബ്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ വൈബ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വൈബേ അല്ല. കാരണം ഒരു തെണ്ടി പുറത്ത് കിടന്ന് കറങ്ങണം. നോമ്പിന് അകത്ത് മനസ്സമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോമ്പ് തൽക്കാലം ഇവിടുന്ന് പോകണം. ഓക്കെ, അവന് ഏത് നിമിഷം അതെവിടെയൊക്കെ ഇതൊക്കെ ഹൈഡിങ് ഉപയോഗിക്കാം. പക്ഷെ നമുക്കിപ്പോൾ കട്ടിലിനടിയിലാണ് ഹൈഡിങ് ഓപ്ഷൻ ഉള്ളത്. അതിനാൽ കട്ടിലിനടിയിൽ ഒളിക്കേണ്ടി വരും. ഓക്കെ, നമുക്കത് തിരിച്ചു പോയി കിടന്ന് ഉറങ്ങാം. പെട്ടെന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. ഇത്ര മഴയായിട്ട് ഇവരെന്തോ കല്യാണത്തിൽ കിടന്ന് തിന്നു. തേഞ്ഞെന്ന് വെച്ചാൽ തേഞ്ഞൊട്ടി. എൻ്റെ അളിയ ആരോ കൊട്ടുന്നു. ഇനി അമ്മയാച്ചണമായിരിക്കില്ലേ. ഓക്കെ, ഡാഡി മമ്മി വീട്ടിൽ വന്നു. ഞാൻ കഥക് തുറക്കാൻ വന്നു. ഓക്കെ, ഇവിടെ ആരുമില്ലേ? എന്നെ പറ്റിച്ചാ? ഹലോ, ഇവർ കല്യാണത്തിന് പോയി കിടന്നങ്ങ് തിന്നുക. അധികമൊന്ന് ശംഭുവിന് വീട്ടിൽ കൊണ്ടുപോയില്ലേ. ഓക്കെ, ഐ ഡോണ്ട് ഫീലിംഗ് സേഫ്. അതാ നിൽക്കുന്നു സാക്ഷാൽ ആ കള്ളത്തണ്ടി തന്നെ. ഓക്കെ, അതാ അവൻ നിൽക്കുന്നു. ഏത് നിമിഷം ഓടണം. അവിടെ എന്തൊരു സൗണ്ട്. ഓക്കെ, നമ്മൾ അതിസാഹസികമായി അവൻ്റെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതി കൊട്ടിയത് വരുന്ന കണ്ടില്ലേ. കൊട്ടുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് കൊട്ടുന്ന സൗണ്ടൊക്കെ. ഓക്കെ, അതാ ഇങ്ങോട്ടൊന്ന് നോക്കുക. നല്ല ഒന്നാന്തരം തോരൻ്റെ ഹാമർ. ഇതിൻ്റെ ഒരു പെട കിട്ടിയാൽ നീ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ഞങ്ങൾ ചന്ദ്രനിപ്പോൾ. ഓക്കെ, OP ഹാമറാണ്. വടക്കമണ്ണ നോമ്പൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇവനായിട്ട് മിണ്ട. ഞാൻ റെഡി ടു മിങ്കിളാണ്. അനക്കും എല്ലാം പറയണ്ടോ? നമ്മളെ പറയണ്ട. ഓക്കെ, ഹേ ദേർ ലിറ്റിൽ ബോയ്, ക്യാൻ ലെറ്റ് മീ ഇൻ. ഇപ്പോൾ നോക്കിയിരുന്ന അറിയൂ ആരാ നീ ചോദിക്കണം അങ്ങോട്ട്. ഐ ആം യുവർ ഫ്രണ്ട്. ഇവനാണോ ഫ്രണ്ട്? അല്ല ഫ്രണ്ട്, അതല്ലേ. അപ്പം നീ എനിക്ക് മെസ്സേജ് ശല്യം ചെയ്യുന്നത് അല്ല. അവിടെ നിൽക്ക്. ഫ്രണ്ട് രാത്രി വരില്ലെന്ന് പറഞ്ഞു. അതെ നോ ഫ്രണ്ടല്ല. ഞാൻ പൊട്ടണെന്ന് വിചാരിച്ച. പോടെ ഇടുന്നു. രാത്രി തന്നെ ഫാസ്റ്റ് ചോദിക്കും. ഐ നോ യു എൻജോയ്ഡ് ദ പിസ്സ. അത് നീ എങ്ങനെ അറിഞ്ഞു? വാട്ട് ഡു യു മീൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് വേ യു ലൈക്ക് ഇറ്റ്. ഐ ഗോട്ട് ഇറ്റ്. എന്താണ് ഐ ഗോട്ട് ഇറ്റ്, പുട്ട് ഇറ്റ് മീഡിയം വിത്ത്. അത് ശരി, പിസ്സയുടെ ഫ്ലേവറും പറയുന്നു. ഓക്കെ, ഇവരെന്താ പിസ്സ ഡെലിവറിയാ? ഓക്കെ, ഞാൻ പോലീസിനെ വിളിക്കും. നീ പിസ്സ കൊണ്ടു തന്നവൻ നീ അല്ല. പിസ്സ കൊണ്ടു തന്നാലും ശരി, നിൻ്റെ ആവശ്യം എനിക്കില്ലേ താനും. ഐ സീ ഹൗ ഇറ്റ് ഈസ്. അളിയൻ വെടക്ക് സംഭാഷണത്തിലേക്ക് പോകുന്നു. നമുക്ക് ഓടാൻ നേരമായെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് പറ. യു ആർ എ ഫേക്ക് ഫ്രണ്ട്. അത് ശരി, എൻ്റെ വീട്ടിൽ രാത്രി വന്ന് ഞാൻ ഫേക്കാന്ന്. അതിന് നീ എൻ്റെ ഫ്രണ്ടല്ലല്ലോ ചങ്ങായി. നീ
എൻ്റെ ഫ്രണ്ടല്ല. ഐ ഡോണ്ട് ലൈക്ക് ഫേക്ക് ഫ്രണ്ട്. എനിക്കും ഇഷ്ടമല്ല. ഇവിടുന്ന് പോകുമോ? നമ്മൾ പോണോ? അത് ശരി, ഓട് ഓട് ഓട്. എനിക്ക് അപ്പോഴേ ഏത് നിമിഷവും ഹൈഡ് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കണ്. അതവൻ കയറി വന്ന്. അത് ശരി, രാത്രി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. എനിക്ക് നാളെ പരീക്ഷ ഉണ്ട്. ദൈവം ഇത് പോകണം. എനിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എൻ്റെ പേര് പറയാം അമ്മയുടെ. ഓക്കെ, നമ്മൾ മോമിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കണം പറയാം. ഓക്കെ മോം, മെസ്സേജ് മോം. ഓക്കെ 911 വിളിക്കാൻ പറഞ്ഞിരിക്കണു. മോമിൻ്റെ റിപ്ലൈ വന്നു. ഓക്കെ, നമ്മൾ ഹൈഡ് ചെയ്തിരിക്കണേ പറയുന്നത്. മോം പോലീസിനെ വിളിച്ചു. അല്ല 112 വിളിക്കണ്ടേ? ഓരോ നാട്ടിൽ ഓരോ നമ്പറായിരിക്കും. ഓക്കെ, അവൻ പോയി, അവൻ കടന്നു കളഞ്ഞു. ഡാടാ തിക്കടാ, നിന്നെ ജയിലിൽ കയറ്റി അരി ഉണ്ടായിരുന്നിട്ട് പോടാ. ഓക്കെ, അവൻ ഓടിയിരിക്കണു. അതാ നമ്മൾ ഓടണോ? പറഞ്ഞോണ്ട് അവനിപ്പോൾ വീടിനകത്തുണ്ട്. ഇത് നമ്മൾ ഈ വീട്ടിനകത്തിരുന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓടണം. ഓക്കെ, അതൊരു ഗുഡ് ചോയ്സാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഓടിയേക്കാം. പോകുന്ന വഴിക്ക് അവനെ കാണാതിരുന്ന അവൻ പോയാ. ഓക്കെ, രണ്ടും കൽപ്പിച്ച് നമ്മൾ ഓടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാ വിക്ഷേപിച്ചിരിക്കണു. നമ്മളെ തള്ളിക്കോ. ഓക്കെ ഓക്കെ, ഐ ഡോണ്ട് ഫീൽ സേഫ്. അയ്യോ, നമ്മൾ പെട്ടു. കളി കഴിഞ്ഞു. ഐ റഷ്ഡ് ഔട്ട് ഓഫ്. നമ്മൾ നെയ്ബറിൻ്റെ വീട്ടിലോട്ട് ഓടി. അപ്പോഴത്തേക്ക് പോലീസ് വന്നിരിക്കണു. കണ്ടോ? കോപ്സ് ഗെയിം. ഓക്കെ, ദേ ലേറ്റർ ഫൗണ്ട് അണ്ടർ എ ബ്രിഡ്ജ്. അവൻ്റെ, അത് ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ വാനാണത്. അത് പാലത്തിൻ്റെ അടിയിൽ നിന്ന് വാൻ കിട്ടി. അതിനകത്തൊരു ജേണൽ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ ആൽബം. ഓക്കെ, ഒരു ഫോട്ടോ ആൽബം. അത് ശരി, എന്നെ അവൻ ഒരാഴ്ചയായിട്ട് വീക്ഷിക്കുകയായിരുന്നു. എൻ്റെ ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഫോസ്റ്റ് ഗോ. ഓക്കെ, ഈ സംഭവമൊക്കെ നടന്നിട്ടും പിറ്റേന്ന് നമുക്ക് സ്കൂളിൽ പോകേണ്ടി വന്നു. ഐ ഫ്ലങ്ക്ഡ് എന്ന് വെച്ചാൽ എന്താണ്? എക്സാമിൽ തോറ്റാ? നമ്മൾ തോറ്റെന്ന് തോന്നുന്നു. ബട്ട് ഐ വാസ് ഹാപ്പി. അതെ, നമുക്ക് ജീവൻ തിരിച്ചിട്ടില്ല, അത് മതി. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഗെയിം പ്ലേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതെ, ഇത് ഫിയർ ടു ഫെയറിനെ ഇൻസ്പയർ ആയിട്ടുള്ള ഗെയിമാണ്. അതെ. ഓക്കെ, നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. അയൽവാസി തെണ്ടി നമ്മളെ രക്ഷിച്ചു. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ കൂടെ മൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. എല്ലാവർക്കും നന്ദിയുണ്ടേ. ഓക്കെ, എന്തായാലും നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.